അതുപോലെ തന്നെ ഇത് നമ്മുടെ മലേഷ്യ ടൂറിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. നമ്മുടെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ പുത്രജയ ആൻഡ് ഒരു ചൈനീസ് ടെമ്പിൾ, ഡ്രാഗൺ ടെമ്പിൾ ആണ് കാണാൻ വന്നത്. അപ്പം നമ്മൾ മോസ്കിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ആകെക്കൂടി എയർപോർട്ടിൽ നിന്ന് ഒന്ന് ബ്രഷ് ചെയ്യുക, ഒന്ന് ഫേസ് വാഷ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇച്ചിരി ടയർനെസ് ഉണ്ടായിരുന്നു. ബട്ട് ഓൾസോ ഞങ്ങൾ ഇതിൽ എക്സൈറ്റഡ് ആയിരുന്നു നമ്മുടെ ട്രിപ്പ്. അങ്ങനെ നമ്മൾ പുത്രജയ മോസ്കിലാണ്. അപ്പം നമ്മൾ ആദ്യം ഒന്ന് പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. ഭയങ്കര ക്ലീൻ ആയിരുന്നു സ്ഥലങ്ങൾ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല വെയിലും ചൂടും ഉണ്ടായിരുന്നു ഷുവറായിട്ട്. എന്നാലും നമ്മൾ ആ ട്രിപ്പായതുകൊണ്ട് തന്നെ നമ്മൾ അത് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ഇവിടെ വന്നതോ ഈ മോസ്ക് വിസിറ്റ് ചെയ്തതിനൊന്നും നമ്മൾ പൈസ കൊടുത്തിട്ടില്ല കേട്ടോ. എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഒരു റോസ് കളറിലൊരു മോസ്ക് ഞാൻ കാണുന്നത്. അത് ഭയങ്കര നല്ലൊരു കളറും നല്ലൊരു കോമ്പിനേഷനും ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കളറൊക്കെ. ആൻഡ് ഓൾസോ നമ്മൾ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ നമ്മുടെ ഹെയറും നമ്മുടെ ഹാൻഡും ഹെയറും എല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു ഒരു പർദ്ദ പോലൊരു ഇത് തന്നിരുന്നു. എൻ്റെ ഉമ്മയുടെ അടുത്ത് ഇതുപോലെ വൈറ്റ് ഉണ്ട്. പുള്ളിക്കാരി നിസ്കരിക്കുമ്പോൾ മാത്രമേ അത് ഇടാറുള്ളൂ. അപ്പം ഇതിട്ടിട്ട് ഹെയർ കവർ ചെയ്തിട്ട് വേണം നമ്മൾ അതിനകത്ത് കിടക്കാൻ കേട്ടോ. വിത്ത് ഓൾ റെസ്പെക്ട് നമ്മളും അതുപോലെ തന്നെ ചെയ്തു. പുത്രജയുടെ അടുത്ത് തന്നെയാണ് അവിടുത്തെ മലേഷ്യയിലെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് വരുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് ഇത് രണ്ടും. ഭയങ്കര ഒരു ഇസ്ലാമിക് കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രതീതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്താ പറയുക, മോസ്കിനകത്ത് ഭയങ്കര രസമുള്ള ഡിസൈനുകളും മോസ്കിൻ്റെ ഓരോ തൂണും അത്രയും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഖുർആൻ വേർഡ്സ്, അറബിക് വേർഡ്സ്, ഒരുപാട് സൂറത്തുകളൊക്കെയാണ് തോന്നുന്നത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഇതിനെപ്പറ്റി സീറോ നോളജാണ്. അതുകൊണ്ട് എനിക്കവിടെ ഒരു ജസ്റ്റ് കാഴ്ചക്കാരിയുടെ റോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബൈ ദ വേ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ആംബിയൻസും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നിയത്. മോസ്കിൻ്റെ ചുറ്റുപാടും അകത്തും അല്ലാതെ ബാക്കി എല്ലാ സ്ഥലത്തും ഭയങ്കര ചൂടും വെയിലായിരുന്നു. അത് അൺസഹിക്കബിൾ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തു അതുമായിട്ട്. നാട്ടിലുള്ള സെയിം വെതർ തന്നെയായിരുന്നു കേട്ടോ മലേഷ്യയിൽ. ഏകദേശം എനിക്ക് കാഴ്ചകളൊക്കെ കണ്ടപ്പം നാട്ടിലെ ഒരു തന്നെയാണ് വന്നത്. വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ നോക്കാനും കണ്ടു പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മളങ്ങനെ അവസാനം പുറത്ത് കിടന്ന് ഒരുപാട് ഫോറിനേഴ്സാണ് എനിക്ക് കൂടുതലായിട്ട് അവിടെ തോന്നിയത്. അങ്ങനെ ഇതാണ് അവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് യാത്ര ചെയ്യാണ്. അപ്പോൾ നമുക്കിനി ഡ്രാഗൺ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോകും. അപ്പം ശരി.